മറ്റേ കണ്ണീർ പരമ്പര അല്ല, ടു ബി വെരി ഓണസ്റ്റ്, അങ്ങനെയല്ല. കരച്ചിൽ അല്ലെങ്കിൽ അമ്മായിയമ്മ പോര് അതല്ല. ഇതിനകത്ത് ആ ഒരു യൂണിഫോം ഇട്ട് വരുന്നതാണെങ്കിലും ബൈക്കിൽ വരുന്നതാണെങ്കിലും ഞങ്ങൾ തമ്മിലുള്ള ഒരു ടോം ആൻഡ് ജെറി ഉണ്ട്. അതിന് റീസൺ ഉണ്ട്, സ്പെസിഫിക് റീസൺ ഉണ്ട്. അത് കുഞ്ഞു കുട്ടികൾ കണ്ട് അവർക്കാണെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റും. അമ്മമാരൊക്കെ മിക്കവാറും ജോലി ചെയ്തുകൊണ്ടിരിക്കും, സീരിയൽ കേട്ടുകൊണ്ടേയിരിക്കും. കേട്ടും ആ കഥ എന്താണെന്നുള്ളത് അവർ മലക്കറി ഏരിയ ബാക്കി ഇടയ്ക്കൊന്ന് നോക്കും. ഈ കഥ അറിഞ്ഞു പോകുന്നതാണ് പല വീടുകളിലും ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും റുട്ടീനാണ്. എനിക്കറിയാതെ മൈക്കിൾ ജാക്സന്റെ ഹിസ്റ്ററിയുടെ കാസറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഡാൻസ് പഠിച്ചു തുടങ്ങുന്നത്. കാരണം അന്ന് നമുക്ക് ഇത് റെഫറൻസിനുള്ള സാധനങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് കണ്ട് ഞാൻ കൂട്ടുകാരെ പഠിപ്പിച്ച് ഞങ്ങൾ ഒരു അമേച്ചർ ടീം ഉണ്ടാക്കി. ഭയം വെടിഞ്ഞ് എതിരാളിക്ക് ഒരു പോരാളിയാവാൻ കോൺസ്റ്റബിൾ മഞ്ജു മെയ് 6 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30. നമുക്ക് ഹലോ ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ ഇംഗ്ലീഷ് കഫേ. ചോദിച്ചു പോകാം. യെസ്, അപ്പോൾ ഇന്ന് എന്താണ് ഇവിടെ ഇന്ന് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി ഒരു സീരിയലിൻ്റെ പ്രമോ കണ്ടു. അപ്പോൾ ഈ പ്രമോ കണ്ടപ്പോൾ തന്നെ ആക്ച്വലി വി വർ ബാഡ്ലി വെയിറ്റിംഗ് ടു വാച്ച് ഇൻ TV. ആൻഡ് ഇത് സൂര്യ TV-യിൽ 8:30 എല്ലാ ദിവസവും, അതായത് ഈ വരുന്ന മെയ് 6 ഹിറ്റ് ചെയ്യുവാണ് TV-യിൽ. അപ്പോൾ അത് ഇതിൻ്റെ പേര് തന്നെ ആക്ച്വലി കുറച്ച് ക്യാച്ച്. കാരണം നോർമലി നമ്മൾ സീരിയൽസ് കാണുമ്പോൾ അതിൻ്റെ പേര് നോക്കുമ്പം ഓക്കെ ഫൈൻ, നമ്മൾ കണ്ടിട്ടുള്ള പേരാണ്, അല്ല കേട്ടിട്ടുള്ള പേരാണ്, അങ്ങനെ കുറേ പേരുകളുണ്ടാവും, ആൾക്കാരെ റിലേറ്റ് ചെയ്യുന്ന പേരാണ്. പക്ഷേ ഇത് കുറച്ചുകൂടി ഒരു ക്യാച്ചി നെയിം എന്ന് തീർച്ചയായിട്ടും പറയാം. ഒരു കോൺസ്റ്റബിളിൻ്റെ നെയിമാണ് ഇതിൽ വരും, കോൺസ്റ്റബിൾ മഞ്ജു. ശരിക്കും ഒരു മൂവിയുടെയൊക്കെ ഒരു പേര് കേൾക്കുന്ന പോലെ, ഒരു മൂവി കാണാൻ വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെ അങ്ങനെ തന്നെ ആവട്ടെ. ആൻഡ് ഐ എം വെൽക്കമിങ് ഇതിലെ തന്നെ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള രണ്ടുപേരെ വെൽക്കം ചെയ്യുകയാണ്. ആൻഡ് ജോൺ ആൻഡ് സ്വാതി, ഹലോ. യെസ് പറയൂ, ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? എന്താണ് വിശേഷങ്ങൾ? നമ്മൾ ആ ഒരു മാസ് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഇങ്ങനെ പഞ്ചായത്ത് സ്വാതിയെ സംബന്ധിച്ച് ഒരു കോൺസ്റ്റബിളിന് കിട്ടാവുന്ന ഇതിനപ്പുറം ഒരു മാസ് ഇൻട്രോ ഇല്ല. ഒരു പിന്നെ ഓക്കെ, ഒരു എസ് ഐ ആണെങ്കിലും ഓക്കെ, ഒരു കോൺസ്റ്റബിളിനെ സംബന്ധിച്ച് ഇതിനപ്പുറം ഒരു മാസ് ഇൻട്രോ എന്ത് വേണം അല്ലേ? കോൺസ്റ്റബിൾ മഞ്ജു, യെസ് ദ പഞ്ച് അല്ലേ? അപ്പൊ യെസ്, ഇത് 6 ഔട്ട് ആവുകയാണ്. എനിക്കൊന്ന് ഷൂട്ടും ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എല്ലാം പ്രോസസ്സൊക്കെ പാക്ക് ചെയ്തിരിക്കുന്ന ഒരു എലമെന്റ് ആണ് ഇപ്പൊ. ഇനി അത് തുറന്നു വിടാൻ പോവുകയാണ്. ആൻഡ് ഒരുപാട് എക്സ്പെക്ടേഷൻ ആയിട്ട് തുറന്നു വരുമ്പോൾ എന്താണ്, വാട്ട് ഇസ് ഇറ്റ് ഓൾ അബൌട്ട് ആൻഡ് ഹൂ ഈസ് ദ കോൺസ്റ്റബിൾ, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എന്താണ് ഈ പരിപാടി പറയും? കോൺസ്റ്റബിൾ മഞ്ജു, ഒരു ഗിരി, കൂടെ റൗഡി അറസ്റ്റ് ചെയ്യാൻ കോൺസ്റ്റബിൾ മഞ്ജു അല്ലേ? അതെ, പ്രൊമോയില് ഗിരി അറസ്റ്റ് ചെയ്യാൻ വരുന്നതാണ്. പക്ഷെ അതിൽ തന്നെ റിവീൽ ചെയ്യുന്നുണ്ട് ഗിരിക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. ഗിരിയെ മഞ്ജുവിന് പേടിയാണ്. പിന്നെ അതിന് കുറെ ബാക്ക് സ്റ്റോറീസ് ഒക്കെയാണ് നമ്മുടെ ആദ്യ ഭാഗങ്ങളിൽ വരുന്നത്. ശരി. അപ്പോൾ നമ്മൾ നോർമലി ഒരു സീരിയൽസ് വരുമ്പോൾ, അല്ലെങ്കിൽ സിനിമ പോലെ ആയിരിക്കുമല്ലോ, സീരിയൽ വരുമ്പോൾ നമ്മൾ അവരുടെ കൂടെ കമ്മിറ്റ് ചെയ്ത് കുറേ നാൾ നിൽക്കണമല്ലോ അല്ലേ? ടൈപ്പ് ചെയ്ത് ചിലപ്പോൾ ആ ടൈമിൽ വേറെ ഒരു സീരിയൽ ചെയ്യാൻ ചിലപ്പോൾ സാധിക്കണമെന്നില്ല. സോ അങ്ങനെ ഇത് വന്നപ്പോൾ, ഈ ഒരു ടോപ്പിക്ക് വന്നപ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു ത്രെഡ് വന്ന ടൈമിൽ നിങ്ങൾ രണ്ടുപേരും അത് കേട്ടിട്ട് ഒരു തംസപ്പ് കൊടുക്കുന്നൊരു മൊമെന്റ് ഉണ്ടാവും. അതെങ്ങനെയായിരുന്നു രണ്ടുപേർക്കും പറയാം? സ്വാതി പറഞ്ഞു. ഞാൻ 1 year ആയി മലയാളത്തിൽ ചെയ്തിട്ട്, 1 year ബ്രേക്കിന് ശേഷമാണ് വരുന്നത്. അപ്പോൾ എനിക്ക് ഒരു റീ എൻട്രി എന്ന് പറയുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. യെസ്, ഡെഫിനറ്റ്ലി. നോർമൽ ഒരു അറ്റയർ സംഭവമൊന്നും അല്ലാതെ സംതിങ് ഡിഫറെൻറ്റ്. അപ്പോൾ എനിക്ക് ഇതിൽ കൂടുതൽ അട്രാക്ട് ചെയ്തത് ഈ യൂണിഫോം പോലീസ് തിങ് തന്നെയാണ്. അപ്പോൾ ത്രെഡ് പറയുമ്പോഴും അവർ കൂടുതൽ പറഞ്ഞിരുന്നത് പോലീസ് യൂണിഫോമിലായിരിക്കും കൂടുതലും എന്നെ പ്രസൻറ്റ് ചെയ്യുക. അപ്പം പിന്നെ സാധാരണ കാണുന്ന ടൈപ്പ് ഓഫ് ഒരു സ്റ്റോറി അല്ല, നല്ല ഡിഫറൻസ് ഉണ്ട്. പേടിയാണ് മഞ്ജുവിന്. അങ്ങനെ പേടിയുള്ള ഒരാള് ഇങ്ങനത്തെ ഒരു ജോലിയിലോട്ട് വരുമ്പം ഉണ്ടാകുന്ന കുറേ കാര്യങ്ങൾ, യെസ് ഡെഫിനറ്റ്ലി കുറേ കോൺസിക്വൻസസിലൂടെയാണ് ഇതിലോട്ട് വരുന്നത്. ഇതിൽ വരുന്നതിനൊക്കെ ഒരു പ്രോപ്പർ റീസൺ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് എന്നെ ഇതിലോട്ട് അട്രാക്ട് ചെയ്തത്. ഡെഫിനറ്റ്ലി അങ്ങനെയും പറയാം. ഓക്കെ, അപ്പൊ അത് അട്രാക്ട് ചെയ്തിട്ട് ഓക്കെ ഫൈൻ വിൽ ഡു ഇറ്റ് എന്നുള്ള ഒരു തോട്ടായിരുന്നു, റെഡി ടു ഏൺ ഷോട്ട് തോട്ടായിരുന്നു അല്ലേ? ജോൺ ആണെങ്കിലോ? എന്നെ സംബന്ധിച്ച് ഞാനെപ്പോഴും സീരിയല് ഞാൻ ഒരു പ്രോജക്റ്റ് മാത്രമേ ഞാൻ അറ്റ് എ ടൈം ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നുള്ളൂ. കാരണം നമുക്കതാണ് ഒന്നാമത്തെ കാര്യം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ ഒരു പ്രോജക്റ്റ് പറ്റില്ല, നമുക്ക് ഡേറ്റ് ക്ലാഷ് നമുക്ക് വരില്ല, നമ്മൾ ആരോടും എക്സ്ക്യൂസ് പറയേണ്ടി വരില്ല. ഒരു പ്രോജക്റ്റ് മാത്രം ടെൻഷൻ കുറവാണ്. പോലത്തെ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് നിൽക്കാം. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി ഒരു അറ്റയർ നമ്മൾ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ടിൽ ദ പ്രോജക്റ്റ് എൻ്റെ അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ മിക്കവാറും ആർട്ടിസ്റ്റുകളെ പോലെ തന്നെയാണ് എനിക്കും വരുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വരാറുണ്ട്. നമുക്ക് പല ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവുമല്ലോ ശംഭുവിൻ്റെ അടുത്ത് വരുമ്പോൾ
പ്രോജക്റ്റുകൾ മൾട്ടിപ്പിൾ പ്രോജക്ട്സിൽ വിളിക്കും. ശരിക്കും കോൺസ്റ്റബിൾ മഞ്ജു എന്ന് പറയുന്ന പ്രോജക്റ്റ് വിളിച്ചപ്പോൾ എനിക്ക് 2 ഓപ്ഷനും കൂടെ ഉണ്ടായിരുന്നു വേറെ. ആ സമയത്ത് കോൾ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതി ഇത് ആദ്യം ഒന്നും വിളിച്ചിട്ടില്ല, എല്ലാം കൂടെ ഒരുമിച്ച്. പക്ഷേ എനിക്ക് ഈ ഒരു പ്ലോട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ഈ ക്യാരക്ടർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കമ്പനി വളരെ നല്ല, നമ്മുടെ അരുൺ ഘോഷാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ഡെഫിനറ്റ്ലി ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടീം നല്ലതാണ്. പിന്നെ പ്രോജക്റ്റ് വൈസ് ഈ ഗിരി എന്ന് പറയുന്ന കഥാപാത്രത്തിന് പെർഫോം ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ചെയ്ത ക്യാരക്ടറും വളരെ ഒരു ലവബിൾ ക്യാരക്ടറായിരുന്നു, ഒരു പാവമായിട്ട് ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് പറ്റും കഥാപാത്രത്തെ സംബന്ധിച്ച്. ഇമോഷനിലും എല്ലാത്തിലും ഒരു വെർസറ്റാലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അതെ. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് നമുക്ക് ക്യാരക്ടറിൽ കൊണ്ടുവരാനായിട്ടുള്ള സാധ്യത ഉള്ളത് കാരണം യെസ്. ഇപ്പോൾ നോർമലി നമുക്കറിയാം, ഇപ്പോൾ ഒരു പ്രൊമോഷൻ എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഔട്ട് ഇറക്കുന്നതിന് മുമ്പ് അത് ആൾക്കാരെ അറിയിക്കുക എന്ന് പറയുന്ന സീരിയൽസിൽ അത് ഇറ്റ് ഈസ് നോട്ട് കോമൺ അല്ലേ, അത് വളരെ റെയറായിട്ടേ ഉള്ളൂ. അപ്പം പക്ഷേ ഇത് നമ്മളങ്ങനെ ഇരിക്കുമ്പോൾ ഐ ഫീൽ ലൈക്ക് എ മൂവി, ഒരു മൂവി പോലെ തന്നെ എനിക്ക് ഈവൻ ഇതിൻ്റെ ബാക്ക്ഡ്രോപ്പ് കാണുമ്പോഴും നിങ്ങളുടെ പോസ്റ്റേഴ്സ് കാണുമ്പോഴും പ്രൊമോ കാണുമ്പോഴും സംതിങ് കമ്മിങ് അപ്പ് അല്ലെങ്കിൽ സംതിങ് വാവ് ഈസ് കമ്മിങ് അപ്പ്. നമുക്ക് എവറി ഡേ ആ ഒരു 8:25 ആകുമ്പോൾ ഓൺ ആക്കാനുള്ള ഒരു ഇതുണ്ടല്ലോ, ഏർജ് വരുത്ത. അപ്പോൾ അത് ഷുവർ ആണോ, അങ്ങനെ ഒരു മൈൻഡ് നിങ്ങൾക്കുണ്ടോ ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ? വാട്ട് യു തിങ്ക്? ഞങ്ങൾ ബേസിക്കലി ഈ ഒരു പ്രൊമോഷൻ വരുന്നത് ഇപ്പം മലയാളം സീരിയൽസ് സാധാരണ ഒരു വീട്ടിൽ പ്ലേ ചെയ്യുന്ന, സാധാരണ വളരെ മോഡറേറ്റ് ആയിട്ടുള്ള ഒരു കുടുംബത്തിൽ പ്ലേ ചെയ്യുന്ന സ്ഥലം എവിടെ ആയിരിക്കുന്ന ജസ്റ്റ് എന്ന് പറയാമോ? ഇപ്പോൾ അറിയാം, അമ്മമാരൊക്കെ മിക്കവാറും ജോലി ചെയ്തുകൊണ്ടിരിക്കും, സീരിയൽ കേട്ടുകൊണ്ടേയിരിക്കും. കേട്ടും ആ കഥ എന്താണെന്നുള്ളത് അവർ മലക്കറി ഏരിയും ബാക്കി ഇടയ്ക്കൊന്ന് നോക്കും. ഈ കഥ അറിഞ്ഞു പോകുന്നതാണ് പല വീടുകളിലും ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും റുട്ടീനാണ്. എനിക്കറിയാതെ പലരും അടുക്കളയിൽ അങ്ങ് വെച്ചേക്കും മൊബൈലിൽ. അമ്മമാരൊക്കെ അങ്ങനെയാണ് ഇത് കാണുന്നത് ഇപ്പോൾ കുറേയൊക്കെ. അത് അവർ റെഗുലറായിട്ട് എപ്പിസോഡ് കണ്ടാൽ റിപ്പീറ്റ് ഇതിൽ കാണുന്ന ആളുകളുമുണ്ട്. അപ്പോൾ കോൺസ്റ്റബിൾ മഞ്ജു എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഇത് ആദ്യം മുതൽ ആളുകൾ കാണണം. കാരണം ഇതിൽ ഒരു വലിയൊരു ക്യാൻവാസ്, ഒരു വലിയ സ്റ്റോറി, കുറേ ബാക്ക് സ്റ്റോറീസ് പറഞ്ഞ് കണക്റ്റഡ് ആയിട്ട് ആദ്യം മുതലേ കണ്ടു തുടങ്ങിയാൽ ആ കണക്ഷൻ എന്തായാലും പ്രേക്ഷകർ വിടില്ല, അവരെ അതിലേക്ക് ഡ്രൈവ് ചെയ്യും എന്നുള്ളത് കാര്യത്തിൽ ഷുവറാണ്. നെക്സ്റ്റ് ഡേ പാർട്ടി പോലും സ്കിപ്പ് ചെയ്യാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. നമ്മൾ അതിനുള്ള സാധ്യത കൊടുക്കില്ല. നമുക്ക് 7 days ഉണ്ട് ടെലികാസ്റ്റ്. ഓക്കെ, ഇപ്പൊ മൺഡേ ടു സൺഡേ നമുക്ക് ടെലികാസ്റ്റ് ഉണ്ട്. 30 days ഉണ്ട്. ഞങ്ങള് ഒരു ദിവസം പോലും ഫ്രീ ഇല്ല. 2 ദിവസം പോലും വെളിയിൽ ഒന്ന് അടിച്ചു പൊളിക്കാൻ നിങ്ങൾ വിടില്ല പോവില്ല എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതെ, പോവില്ല. അതാ പറഞ്ഞ ഫസ്റ്റ് മുതൽ കാണണം. ഇൻ ബിറ്റ്വീൻ മിസ്സായി പോയാൽ പോവും. ക്യാരക്ടേഴ്സിന്റെ കംപ്ലീറ്റും ഇത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പം ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും മിസ്സായാൽ ഡെഫിനറ്റ്ലി കണക്ഷൻ ബ്രേക്ക്. പിന്നെ 8:30 എന്നൊരു ടൈം തന്നെ ഇപ്പറൊന്നുമില്ല, വീട്ടമ്മമാർക്ക് മാത്രമായിട്ടുള്ളതല്ല, എല്ലാ കാറ്റഗറിയിലുള്ള എല്ലാ ആളുകൾക്കും കാണാനായിട്ട് അനുയോജ്യമായിട്ടുള്ള ഒരു ടൈം എന്ന് പറഞ്ഞ ഈ സബ്ജക്റ്റ് അതാണ്. അപ്പോൾ അത് എല്ലാ ആണുങ്ങൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫാക്ടേഴ്സും ഉള്ള ഒരു സീരിയലാണ്. മാസ്റ്റർ ഓഫ് ഓൾ കാർഡ്സ് ആവട്ടെ. ഇനി ഇതിലെ ക്യാരക്ടറിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ റിയൽ ക്യാരക്ടറായിട്ട് സിങ്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം ഇതിൽ സ്വാതി കോൺസ്റ്റബിൾ ആണ്, ഒരു പോലീസ് യൂണിഫോം ഇടുമ്പോൾ തന്നെ വി ഫീൽ പ്രൗഡ്, അല്ലെങ്കിൽ അത് ക്യാരക്ടർ എന്തോ ആയിക്കോട്ടെ, അതിനകത്ത് നമുക്ക് വി ഫീൽ നമുക്കൊരു ഒരു പ്രൈഡ് പരിപാടിയാണ്. അപ്പം അതിൽ ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു പോലീസ് യൂണിഫോം ഇട്ടൊരു വ്യക്തിയും അതല്ലാതെ സ്വാതിയും തമ്മിൽ എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് അല്ലെങ്കിൽ സെയിം സാമ്യത ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ജോണിന് പറയാൻ പറ്റും, കൂടെ വർക്ക് ചെയ്തവർക്ക് പറയാൻ പറ്റും. എന്നാലും ഇല്ല, ക്യാരക്ടറുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മഞ്ജുവും സ്വാതിയും തമ്മിൽ യാതൊരു റിലേഷനും ഇല്ല. അതെ, പോലീസ് ആയിട്ടാണെങ്കിൽ എനിക്ക് ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ഇതിലോട്ട് വരിക എന്ന് പറയുന്നത്. എനിക്ക് ആഗ്രഹമായിരുന്നു. എൻ്റെ ഫാമിലിയിൽ തന്നെയുണ്ട്, എൻ്റെ അപ്പച്ചി പോലീസ് ഓഫീസറാണ്. അപ്പം എനിക്ക് ആ ഒരു ഇതിലോട്ട് വരണം എന്ന ആഗ്രഹമായിരുന്നു. പക്ഷെ ഞാൻ പെട്ടെന്ന് ചെറുതിലെ തന്നെ ഇതിലോട്ട് വന്നതുകൊണ്ട്, നമ്മുടെ ആക്ടിങ് ഫീൽഡിലോട്ട് വന്നുകൊണ്ട് പിന്നെ അതിലോട്ട് ചിന്തിച്ചിട്ടില്ല. അപ്പം എനിക്കിത് കിട്ടിയപ്പം ഇപ്പം എനിക്ക് ശരിക്കും പോലീസൊക്കെ റോഡിൽ നിൽക്കുമ്പോൾ ഭയങ്കര റെസ്പെക്ട് തോന്നും അവരുടെ അടുത്ത്. മുൻപ് നമുക്ക് അതിൻ്റെ ആ ഒരു ഇത് അറിയില്ല, പോലീസല്ലേ അങ്ങനെ. പക്ഷെ ഇപ്പം എനിക്ക് ഭയങ്കര ഒരു റെസ്പെക്റ്റ് ആണ് തോന്നുന്നത്. അവർ ഇത് ക്യാരി ചെയ്യുന്നതാണെങ്കിൽ, ലേഡീസ് ആണെങ്കിൽ പോലും ഇവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇത് ട്രാഫിക്കിലൊക്കെ നിൽക്കുമ്പോഴാണെങ്കിലും, ഇത്രയും ഇങ്ങനത്തെ ടെമ്പറേച്ചറിലൊക്കെ നിൽക്കുമ്പോൾ ഒരുപാട് അവർ സാക്രിഫൈസ് ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നത്. ഇപ്പം അവരുടെയും അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണെങ്കിലും ഫിസിക്കൽ കാര്യങ്ങളാണെങ്കിലും എല്ലാം അവർ നോക്കിയിട്ടല്ലേ നിൽക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ എനിക്ക് കണക്ട് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് എന്തോ ഒരു വലിയ കാര്യം ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ട്. ഈവൻ ഇഫ് ഇറ്റ് വാസ് ആക്ടിങ്. യെസ്, ഡെഫിനറ്റ്ലി. അപ്പോൾ ആക്ച്വലി പറയുമ്പോൾ അപ്പോൾ ചെറുപ്പം തൊട്ട് ഈ ഒരു ഫ്ലെയർ ഉണ്ടായിരുന്നു, ലൈക്ക് ഒരു പോലീസ് ആവാൻ ഉള്ള ഒരു കൊതി എന്ന് പറയില്ല, പക്ഷെ ഒരു ആഗ്രഹം, കൊതി എന്ന് പറയില്ല, ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കിങ്ങനെ
ആവാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ഒരു ഇതുണ്ടാവുമല്ലോ, ഡോക്ടർ, ടീച്ചർ, പോലീസ് അങ്ങനെ വെക്കുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ളത് പോലീസ് ആവണമെന്നായി. നോർമലി എങ്ങനെ ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണോ, അല്ലെങ്കിൽ ലൈക്ക് ഞാൻ ഇതുമായിട്ട് കണക്ട് ചെയ്യുമല്ല, അല്ലെങ്കിൽ എങ്ങനെയാണ് നോർമലി അത്യാവശ്യം ബോൾഡാണ്, ഭയങ്കര ബോൾഡ് എന്നല്ല, അത്യാവശ്യം ബോൾഡാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ എന്തായിരിക്കും അറിയോ? ഒരു കള്ളൻ എന്ന് പറയുമ്പോൾ കള്ളനാണല്ലോ റിയൽ ലൈഫിൽ. രണ്ടും ചോദിക്കണല്ലോ ചോദിക്കുമ്പോ. പോലീസായിരുന്നെങ്കിൽ എനിക്ക് പറയാം, എനിക്ക് കുട്ടിക്കാലം മുതലേ എനിക്ക് ആഗ്രഹമായിരുന്നു. ഇത് എനിക്ക് കുട്ടിക്കാലം മുതലേ റൗഡി ആവാമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊന്നും പറഞ്ഞു. ഞാൻ പെട്ടു, ഐ എം ട്രാപ്ഡ്, ഞാനിനി എന്താണ് ഞാൻ പറയാന്നുള്ളതാണ്. അപ്പൊ ഗിരി ഒരു ഗുണ്ടായി പോയത് പ്രത്യേക ഒരു സാഹചര്യത്തിലാണ്. അല്ല മറ്റേ ഈ എന്റെ അപ്പച്ചി ആക്ച്വലി ഞാൻ അങ്ങനെ നോക്കിയ കുടുംബത്തിൽ അങ്ങും ഗുണ്ടയില്ല, ഒരു റൗഡിയില്ല. ഓക്കെ. അല്ല ഇപ്പം ഇതിലെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നോർമലി ലൈക്ക് കുറെ വേരിയേഷൻസ് ഉള്ള ക്യാരക്ടർ ആവാം അല്ലേ, ഇമോഷൻസ് വൈസ് ആണെങ്കിലും ഒരു വേഴ്സറ്റൈൽ പരിപാടി ചെയ്യുന്നത്. അല്ല, ഇതിനകത്ത് ഗുണ്ട എന്ന് പറഞ്ഞാലും ഒരു നന്മയുള്ള ഒരു വ്യക്തിയാണ്, നന്മയുള്ള ഗുണ്ടയാണ്, നന്മയുള്ള ഗുണ്ടയാണ്, നല്ലവനായ ഗുണ്ടയാണ് ഈ ഗിരി എന്ന് പറയുന്ന ഒരു സത്യസന്ധനായ ഗുണ്ട. അതെ അതെ, ഹാംലെസ് ഗുണ്ട. ഹാംലെസ്. അപ്പൊ അയാളെ യൂസ് ചെയ്യുന്നുണ്ട് കുറെ പേര്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. അയാൾ ആക്ച്വലി വളരെ ഫാമിലി ആയിട്ട് വളരെ അറ്റാച്ച്മെന്റ് ഉള്ള, കുടുംബത്തിനെ സ്നേഹിക്കുന്ന, അയാളുടെ സാഹചര്യം കൊണ്ട് മാത്രമാണ് അത് കാണുമ്പം, എപ്പിസോഡ്സ് കാണുമ്പോൾ മാത്രമേ അത് ശരിക്കും അതിലേക്ക് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതാണ് ശരിക്കും ഇതിന്റെ കഥ വരുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു നമുക്ക് കുറെ പെർഫോം ചെയ്യാനായിട്ട് നമുക്ക് ഇപ്പൊ പോലീസിന്റെ അടുത്ത് ഇപ്പം കോൺസ്റ്റബിൾ മഞ്ജു ആവട്ടെ, മഞ്ജുവിന്റെ ടീം പോലീസുകാരൊക്കെ ഉണ്ട്. ഇപ്പം ഗിരിക്കാകുമ്പോൾ നേരെ വിരലുകൊണ്ട് എന്തും പറയാനായിട്ട് പറ്റും. അതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള. ഇപ്പൊ നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ പോയി ചൂണ്ടില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള എനിക്ക് കൊച്ചിലെ മുതൽ അങ്ങനെ ഒരു ആഗ്രഹമേ ഇല്ല. ഇനി അങ്ങനെ ഏറിയത് എന്നുള്ളതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. അങ്ങനെ ആഗ്രഹമൊന്നുമില്ല. ഇനി ആഗ്രഹം ഉണ്ടെങ്കിലും ചൂണ്ടാൻ പറ്റില്ല. പക്ഷെ അതൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇത് എന്റെ വൺലൈനൊക്കെ വായിച്ച് ഗിരി എങ്ങനെയായിരിക്കണം, നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പൊ സീരിയലിനെ സംബന്ധിച്ച് നമുക്ക് ഒത്തിരി കുറെ നാൾ കണ്ടിന്യൂ ചെയ്ത് പോയോണ്ടാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു കാതൊക്കെ റിയലായിട്ട് കുത്തി, ഇതിനു വേണ്ടി തന്നെ ഈ ക്യാരക്ടറിന് വേണ്ടി യൂസ് ചെയ്ത്. പിന്നെ ഹെയർ സ്റ്റൈലാണ് ഞാൻ ഇതുവരെ ചെയ്തതിൽ ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഇതും, പിന്നെ കോസ്റ്റ്യൂം ഒക്കെ കുറച്ചൊന്ന് മാറ്റി പിടിച്ച് ഒന്ന് ശ്രമിച്ചു നോക്കുകയാണ്. ഓക്കെ. അത് ആക്ടിങ് എന്നുള്ള രീതി അല്ലാതെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ജോണൊക്കെ ഒരു അടിപൊളി ഡാൻസറും കൂടാണ് അല്ലേ? യു ഡാൻസ് വെൽ അല്ലേ? അത് പണ്ടോട്ടെ ആ ഒരു ഡാൻസിങ് കമ്പം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ചെറിയ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ജോൺ കാല് വെച്ച സ്റ്റെപ്സ് ഓട്ടോമാറ്റിക്കലി ഇടുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ബേസിക്കലി ഡാൻസറാണ്. ഞാൻ ഡാൻസിലൂടെയാണ് ലൈം ലൈറ്റിൽ വരുന്നത്. അതെ അതെ. റിയാലിറ്റി ഷോ വിന്നറായിരുന്നു. അതെ. പിന്നെ കുറച്ച് സിനിമകൾ കൊറിയോഗ്രാഫി ചെയ്തിരുന്നു. ഞാൻ ചെയ്ത പടവും എല്ലാം കൊറിയോഗ്രാഫറായിരുന്നു. പിന്നെ ഡാൻസാണ് നമ്മുടെ ഉയിര്. അത് ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ തന്നെ സ്റ്റേജിലും അല്ലെങ്കിൽ ആനുവൽ ഡേയ്സ് ഫംഗ്ഷൻസ്, മൈക്കിൾ ജാക്സന്റെ ഹിസ്റ്ററിയുടെ കാസറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഡാൻസ് പഠിച്ചു തുടങ്ങുന്നത്. അത് അപ്പനും അമ്മയും ഓഫീസിൽ പോകുമ്പോൾ വെക്കേഷനായിരുന്നു. അപ്പം ഞാൻ ഇതില്ല VCRലാണ് ഇട്ടിട്ട് അതിൽ സ്ലോ മോഷൻ ഇട്ടിട്ട് ഇതിന്റെ സ്റ്റെപ്പ് പഠിക്കും. കാരണം അന്ന് നമുക്ക് ഇത് റെഫറൻസിനുള്ള സാധനങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് കണ്ട് ഞാൻ കൂട്ടുകാരെ പഠിപ്പിച്ച് ഞങ്ങളൊരു അമച്വർ ടീം ഉണ്ടാക്കി സ്കൂളിൽ പെർഫോം ചെയ്തു. പിന്നെ കോളേജിൽ പെർഫോം ചെയ്തു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റേജിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ കൂടെ ഡാൻസ് ചെയ്യാനായിട്ട് പോയി. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് റിയാലിറ്റി ഷോയിൽ കയറി അതിൽ വിൻ ചെയ്യാനായിട്ട് പറ്റി. പിന്നെ അതിൻ്റെ ജഡ്ജായി. പിന്നെ ഓരോരോ ഘട്ടമായിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ ഓപ്പർച്യൂണിറ്റി നമുക്ക് വന്നിരുന്നു. സ്വാതിക്കാണല്ലോ അങ്ങനെയുള്ള എന്തെങ്കിലും എക്സ്ട്രാ പരിപാടികൾ ഉണ്ടായിരുന്നു? 10-11 years പഠിച്ചതാണ് ഡാൻസ്. ക്ലാസിക്കലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തത്. അതെ അതെ. അത് കഴിഞ്ഞ് 10th കഴിഞ്ഞപ്പോൾ പതിയെ സ്റ്റോപ്പ് ചെയ്തു. കാരണം തിരക്ക് വന്നപ്പോൾ പിന്നെ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു. ഈ പറഞ്ഞ പോലെ ആക്ടിങ്ങിൽ ഒരുപാട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ കുറെ ടൈമിങ്സ് പിടിക്കാൻ പറ്റും. കുറെ കാര്യങ്ങളിൽ നമ്മുടെ ഇന്നർ മൈൻഡിൽ നമ്മളൊരു കാൽക്കുലേഷൻ വെക്കും, ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അപ്പൊ അത് ഒരുപാട് സ്ഥലത്ത് ഹെൽപ്ഫുൾ ആണ്. പിന്നെ സീരിയലിലൊക്കെ ആണെങ്കിൽ ചെറിയ ഫ്രെയിമാണ്, വലിയ വൈഡ് ഫ്രെയിം ഒന്നുമില്ല. ഇട്ട് കഴിയുമ്പോൾ നമ്മള് നേരെ കാല് ക്രോസ് ചെയ്ത് അതൊക്കെ നമുക്ക് ഡാൻസ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ആ കാര്യത്തിൽ വളരെയധികം. പിന്നെ ഇനി ബാക്ക് ടു ഇതിലേക്ക് വരുമ്പോൾ ഇപ്പം പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഈ പ്രമോ കാണുന്നു അല്ലെങ്കിൽ ഇതിൻ്റെ ചിലപ്പോൾ പോസ്റ്റേഴ്സ് കാണും, അതിലുപരി വൈ ഷുഡ് ഐ വാച്ച് ദിസ് പെർട്ടിക്കുലർ മൂവി അല്ലെ സീരിയൽ എന്നുള്ള ക്വസ്റ്റ്യൻസ് മൈൻഡിൽ കാണും.
ചിലപ്പോൾ അത് ആൾക്കാർക്ക് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കഥയായിരിക്കുമോ, അല്ലെങ്കിൽ ഇതൊരു ഇൻസ്പിറേഷണൽ പരിപാടി ആയിരിക്കുമോ, ലൈക്ക് കൈൻഡ് ഓഫ് മോട്ടിവേഷൻ ആണോ, അതോ ഒരു എൻ്റർടൈൻമെൻറ്റ്, ഒരു ഫൺ ആയിരിക്കുമോ, അതോ മിക്സ്ചർ ഓഫ് ഓൾ ആയിരിക്കുമോ? മിക്സ്ചറാണ്, അങ്ങനെ പറയാം. മിക്സ്ചർ ഓഫ് ഓൾ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിൽ ഇമോഷണൽ ഡ്രാമ ഉണ്ട്, റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നതെല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതാ പറയുന്ന ഫസ്റ്റ് മുതൽ കണ്ടാലേ അതിൻ്റെ ഒരു കണക്ഷൻ ഫീൽ ചെയ്യത്തുള്ളൂ. ഇപ്പം എല്ലാവർക്കും ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അപ്പം എൻ്റെ ക്യാരക്ടർ ആണെങ്കിലും ഗിരിയുടെ ക്യാരക്ടർ ആണെങ്കിലും നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന കുറേ ആൾക്കാർ ഇപ്പം ഡയറക്റ്റ് ആയിട്ട് ഗുണ്ടയാവുന്നോ അല്ലെങ്കിൽ പോലീസ് ആവുന്നോ അല്ല, പോലീസിൽ തന്നെ വേറെ വേറെ ആൾക്കാരുണ്ടാവും, വേറെ ജോലിയിൽ പോയിട്ടുള്ളവരുണ്ടാവും. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് എല്ലാത്തിൻ്റെയും കൂടെ ഒരു മിക്സ്ചറാണ്. എല്ലാ കൈൻഡ് ഓഫ് ആൾക്കാർക്കും കാണാൻ പറ്റുന്നതാണ്. കുഞ്ഞു കുട്ടികൾ ഇരുന്ന് കണ്ടാലും അവർക്ക് വേണമെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ആണ്. കാരണം നോർമലി സീരിയൽസ് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഒരു മറ്റേ കണ്ണീർ പരമ്പര അല്ല, ടു ബി വെരി ഓണസ്റ്റ്, അങ്ങനെയല്ല. കരച്ചിൽ അല്ലെങ്കിൽ അമ്മായിയമ്മ പോര് അതല്ല. ഇതിനകത്ത് ആ ഒരു യൂണിഫോം ഇട്ട് വരുന്നതാണെങ്കിലും ബൈക്കിൽ വരുന്നതാണെങ്കിലും ഞങ്ങൾ തമ്മിലുള്ള ഒരു ടോം ആൻഡ് ജെറി ഉണ്ട്. അതിന് റീസൺ ഉണ്ട്, സ്പെസിഫിക് റീസൺ ഉണ്ട്. അത് കുഞ്ഞു കുട്ടികൾ കണ്ട് അവർക്കാണെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റും. അവർക്ക് മേ ബി ഇങ്ങനെ ഒരു പ്രൊഫഷനോട് തന്നെ ഇഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് പേടിയുള്ള ആൾക്കാർ ഇപ്പോഴും സൊസൈറ്റിയിലുണ്ട്, പല കാരണങ്ങൾ കൊണ്ട്. എൻ്റെ ക്യാരക്ടറിന് ഒരു ട്രോമ കാരണമാണ് അങ്ങനെ ആവുന്നത്. ആ ട്രോമ ഞാൻ പറയില്ല, ഒരു ട്രോമ കാരണമാണ്. അപ്പം അതുപോലെ പലർക്കും പല റീസൺസ് ഉണ്ടാവുമല്ലോ, പേടി ഉണ്ടാവാൻ അല്ലെങ്കിൽ ഒരുപാട് സ്മാർട്ട് ആവാൻ, അങ്ങനെയൊക്കെ ഒരു റീസൺ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് കാണുമ്പോൾ പെട്ടെന്ന് ഇത് കണക്ട് ആവും. നമുക്ക് ചില ക്യാരക്ടേഴ്സ് എപ്പോഴും നമ്മുടെ മൈൻഡിൽ കുറച്ചൊരു കംഫർട്ടബിൾ ആയിരിക്കും. വി ആർ സപ്പോസ് ടു ഡു ഓൾ ക്യാരക്ടേഴ്സ്, അത് ശരിയാണ്. പക്ഷേ ചില ക്യാരക്ടേഴ്സ് ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടി ഒരു അൻപ്, അല്ലെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ക്യാരക്ടർ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ജോൺ നേട്ടും ഇപ്പോൾ ഒരു ലവ് ബോയ് ആണോ, റൊമാൻറ്റിക് ഇതാണോ, അല്ലെ ഈ പറഞ്ഞുള്ളൊരു ഗുണ്ട പരിപാടിയാണോ, ഏതായിരിക്കും? എനിക്ക് ഇത് രണ്ടും കുഴപ്പമില്ലാതെ സെറ്റ് ആവുമെന്നാണ് എൻ്റെ വിശ്വാസം. റൊമാൻറ്റിക്കിൽ ഓക്കെയാണ്, റൊമാൻസ് ചെയ്യാം, കുഴപ്പമില്ല, അത് ഓക്കെയാണ്. ഇത് ഓക്കെയാണ്. കാരണം ഞാൻ ഇത്രയും ചെയ്തത് വെച്ചിട്ടും ഞാൻ കണ്ടത് വെച്ചും ഓക്കെ, എനിക്കത് ഇനിയും മാനേജ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സാധ്യത എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്ക് കോമഡി ഒന്നും നമുക്ക് അങ്ങനെ ഒരു അത് എന്നെ സംബന്ധിച്ച് എനിക്ക് പറ്റില്ല എന്നുള്ളതല്ല, ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അത് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ മാത്രമേ ഇനി അതൊരു ചലഞ്ചായിട്ട് എടുക്കൂ. സ്ക്രിപ്റ്റ് വന്നിട്ടില്ല. ഇത് രണ്ടും ഇതെന്തായാലും കുഴപ്പമില്ല, സ്വാതിക്കാണെങ്കിലും എനിക്കും അതെ, കോമഡി സ്ക്രിപ്റ്റ് ഒന്നും വന്നിട്ടില്ല അങ്ങനെ. എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളത് ആണ്. പിന്നെ കുറച്ച് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഫസ്റ്റ് പ്രോജക്റ്റിൽ ഉണ്ടായിരുന്നു, പക്ഷെ അത് കംപ്ലീറ്റ്ലി നെഗറ്റീവ് അല്ല. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യണം എന്നുണ്ട്. പിന്നെ ബാക്കി അല്ല. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒക്കെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ചെയ്യണം. ഇതെന്തായാലും ഞാൻ ചെയ്തിട്ടുള്ളതല്ല, ഇത്രയും പാവമായിട്ട് പേടിയുള്ള അത് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈം ആണ്. ഇനി കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണേ. റെഡി? ഓക്കെ. കോൺസ്റ്റബിൾ മഞ്ജു ആയിട്ടും ഗിരിയായിട്ടും അഭിനയിച്ചു, വെയിറ്റിംഗ് ആണ്. ഈ അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ ഇത് റിയൽ ലൈഫിൽ ഇതിൻ്റെ എവിടേക്ക് ഒരു ഫ്ലേവർ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ ആഫ്റ്റർ ഡൂയിങ് ദിസ്? എനിക്ക് വിവരം അറിയാം, ഞാൻ വീട്ടിൽ പോയി അവിടെ എത്തുമ്പോ ഇവിടെ റൗഡിഗിരി, അവിടെ പൂച്ചഗിരിയാണ്. പാവമായിട്ട് പൂച്ചഗിരിയാണല്ലേ? അല്ലെങ്കിൽ തന്നെ ഒരു വര വേണ്ട, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അതെ, സ്വാതിയുടെ കാര്യത്തിലോ? ഇല്ല, എനിക്കും അതെ. എനിക്ക് എന്തായാലും പാവമായിട്ടൊന്നും നിൽക്കാൻ പറ്റില്ലല്ലോ. ഇത്രയും പാവമായിട്ട് നമുക്ക് ഒരിക്കലും സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പം അത് ശരിയാവില്ല. അത് ഒരു പോലീസുകാരിയാണ്, പക്ഷെ ഇത്രയും പാവം. സാധാരണ മനുഷ്യർ പോലും ഇത്രയും പാവാറില്ല, പക്ഷെ ഇതാണ് പോലീസുകാരിയായിട്ട്. അതിലെന്തോ ഒരു സാഹചര്യം ഉണ്ട്, അതൊക്കെയാണ് നമ്മൾ അറിയാൻ പോകുന്നത്. റൈറ്റ്? ഓക്കെ. ഫേവറേറ്റ് ഫുഡ് ആണെങ്കിലോ? ഒരുമിച്ച് വർക്കൊക്കെ ചെയ്യാൻ പറയാം, പക്ഷേ നോൺ വെജ് എന്ന് പറയും. ആണല്ലേ? തിരിച്ചാണെങ്കിലും ചപ്പാത്തിയും പനീറും അല്ലെങ്കിൽ ബോയിൽഡ് വെജിറ്റബിൾസ്. ഓ, ഡയറ്റ്. അതെപ്പോഴും കാണുന്നുണ്ടോ നമുക്ക് അറിയാലോ. ഞങ്ങൾ അവിടെ സെറ്റിൽ വരുമ്പോഴും ഞാൻ ഊണൊക്കെ കഴിച്ചിട്ട് വരുമ്പോ പുള്ളിക്കാരി പച്ചക്കറി കോളിഫ്ലവർ ഒക്കെ പുഴുകി കഴിക്കും. ഞാൻ പറഞ്ഞു ഈ വിഷം അടിച്ച കോളിഫ്ലവർ പുഴുകി ആ വിഷത്തോടെ എടുത്ത് വിഴുങ്ങുന്നതിനേക്കാളും നല്ല ചോറ് കുറച്ചെടുത്ത് കഴിച്ചുകൂടെ, നല്ല മീൻകറി ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ എനിക്കറിയാം. ഓക്കെ. നിങ്ങളുടെ സെറ്റിൽ ഏറ്റവും വലിയ ഫുഡ് ആരായിരുന്നു? നല്ല രീതിയിൽ ഫുഡ് എന്ന് പറഞ്ഞാൽ അപ്പം കറക്റ്റ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ വരും, ടേബിളിൽ വരും. അങ്ങനെ ഒരാളുണ്ടോ? ആണല്ലേ?
ഞങ്ങള് കമ്പയർ ചെയ്ത ചേട്ടനാണ്. ആണ്. ആ, ചേട്ടൻ. നല്ല രീതിയിൽ ഫുഡ് എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തി അല്ലേ, എക്സ്പ്ലോർ ചെയ്യാനും. നമ്മുടെ ആക്ച്വലി നല്ല ഫുഡാണ്. ചുമ്മാ പറയുന്നില്ല അരുൺ ചേട്ടാ, ശരിക്കും ചുമ്മാ നല്ല പറയുന്നില്ല. കോൺസ്റ്റബിൾ മഞ്ജുവിന്റെ സെറ്റിലെ ഫുഡ് അടിപൊളിയാണെന്ന് പറയുകയാണ്. നല്ല ഫുഡാണ്, Yes. ടേസ്റ്റി ഫുഡാണ്. ഓക്കെ, ഗസ്റ്റ് അപ്പിയറൻസ് ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടെന്ന് പറയണം കേട്ടോ. ഏതെങ്കിലും ഒരു ദിവസമേ ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ, ഫുഡ് ഉള്ള സമയത്ത്. അല്ല, എന്നും നല്ല ഫുഡ്, ശരിക്കും നല്ല അങ്ങനെ food. ശംഭു വരുമ്പോ ഒരു സ്പെഷ്യൽ ഡിഷും കൂടെ നമ്മുടെ പ്രൊഡ്യൂസർ അപ്പൊ ശരി, ഓക്കെ. അത്ര നല്ല മനസ്സിന് ഉടമയാണ് ഞങ്ങളുടെ പ്രൊഡ്യൂസർ. താങ്ക് യു. ആ സെറ്റ് ചെയ്തേക്കാം. ആ സ്വാതി എന്താ പറഞ്ഞു തന്നെ? അല്ലല്ല, നല്ല ഫുഡാ, ഡെയിലി നല്ല ഫുഡാണ്. പക്ഷെ സ്വാതി കഴിക്കുന്ന മറ്റേ പുഴുങ്ങിയ ഇത് മാത്രമല്ലേ ഉള്ളൂ. നല്ല ഫുഡ് കാണും, എന്നിട്ട് പുഴുങ്ങിയ കാളിഫ്ലവർ കഴിക്കും. ഇങ്ങനെ കഴിക്കുന്നല്ലേ? ഓക്കെ, ലൈഫിൽ ആ ഒരു ഡിസിഷൻ ആക്ച്വലി ഞാൻ എടുക്കണ്ടായിരുന്നു എന്ന് തോന്നിയ, അത് ചിലപ്പോൾ ഏത് ഇയർ ആണെന്ന് എനിക്കറിയത്തില്ല, ഏതെങ്കിലും ഇയർ ആവാം, എന്ന് തോന്നിയത് ചിലപ്പം ഒരു ക്യാരക്ടർ വന്നിട്ട് വേണ്ടാന്ന് വിട്ട ഡിസിഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവും. വേണ്ടായിരുന്നു, ആ ഡിസിഷൻ എടുക്കണ്ടായിരുന്നു, ഐ ഷുഡ് ഹാവ് ടേക്കൺ ഇറ്റ്, അല്ലെങ്കിൽ അത് കളയാമായിരുന്നു, അല്ലെങ്കിൽ എടുക്കാമായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തായിരിക്കാം? ബേസിക്കലി ഇനി അങ്ങനെ ഉണ്ടാവാം. ഞാൻ ഒന്നിനെ പറ്റി അങ്ങനെ ഒരു എന്താ പറയുന്നത്, അല്ല അങ്ങനെ ഞാൻ കൺസേൺ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്കിപ്പോൾ മനസ്സ് തുറന്ന് ജീവിക്കാൻ പോലും പറ്റുള്ളൂ. ഒരു കാര്യത്തിലും ഞാൻ തിരിഞ്ഞു നോക്കി നടക്കുന്ന ഒരു മനുഷ്യനല്ല. വാട്ട് നെക്സ്റ്റ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നോ റിഗ്രറ്റ്സ്, ഓൺലി പ്രസന്റ്. നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് കിട്ടും. ഇപ്പം ഈ ചാനലിൽ ഇതാണല്ലോ ഞാൻ കമ്മിറ്റ് ചെയ്തത്, ഇതിനേക്കാളും റേറ്റിംഗ് മറ്റതാണല്ലോ, ഞാൻ അത് ചെയ്യണമായിരുന്നോ, അത് വേണ്ടമായിരുന്നോ, അങ്ങനെയുള്ള ഇതൊന്നുമില്ല. എനിക്ക് നമ്മുടെ മനസ്സ് നമുക്ക് പറയും ഇത് ഓക്കെ, അത് നമ്മൾ മാക്സിമം നമ്മുടെ 100% കൊടുക്കുക. അതിന് നമുക്ക് ഡിസർവിങ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന എഫേർട്ടിനുള്ളത് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും, അത് ഏതാണെങ്കിലും. നമ്മളല്ലാതെ ഡെസ്പറേറ്റ് ആയിട്ട് നമ്മൾ അതിനെപ്പറ്റി അങ്ങനെ ഞാൻ ചിന്തിക്കുന്ന ആളല്ല. പോരാത്തതിന് പഴയ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നടക്കുന്നത് തിരിഞ്ഞു നോക്കി നടക്കുന്ന മനുഷ്യന് തുല്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. എടുത്ത ഡിസിഷൻസിലൊന്നും റിഗ്രറ്റ്സ് ഇല്ല. ഇല്ല, വൈസായിട്ടാണ് എടുത്തിട്ടുള്ളത് ഡിസിഷൻസ്. എന്തെങ്കിലും ഇപ്പൊ വന്നാൽ പോലും ഐ എം റെഡി ടു ഓവർകം ദാറ്റ്. റെഡി. സ്വന്തമായിട്ട് നിങ്ങൾ രണ്ടുപേരും കുക്ക് ചെയ്യോ? അത്യാവശ്യം കുക്ക് ചെയ്തിട്ട് വാവ് എന്ന് സ്വന്തമായിട്ടല്ല വേറൊരാൾ പറഞ്ഞ ഒരു ഐറ്റം എന്തായിരിക്കാം? കോൺഫിഡന്റ് ആയിട്ട് പറയുക. ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ബീഫ് ഫ്രൈ, ഹണി ചില്ലി പൊട്ടറ്റോ, സീസർ സാലഡ്, ചിക്കൻ സ്റ്റീക്ക്, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കും. ആണോ? അടിപൊളി. തീർച്ചയായിട്ടും. എന്ത് പറയുമായിരിക്കും? അപ്പം അടിപൊളിയാന്ന് പറയോ? അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ട്. റെഗുലർ ആയിട്ട് ഞാൻ അടുക്കള പണിയല്ല, അത്യാവശ്യം എനിക്ക് എല്ലാ ദിവസവും അല്ല, അങ്ങനെയല്ല. ഞാൻ കുക്കിംഗ് എനിക്ക് ഇഷ്ടമാണ്. നൈസ്. അത് എൻജോയ്. നമുക്ക് ഫ്രീ ടൈം ഉണ്ട്, അതൊക്കെ ആണെങ്കിൽ അടിപൊളി. കേക്ക് അതൊക്കെ പരീക്ഷിച്ചിട്ടുണ്ട്. പരീക്ഷിച്ചിട്ട് അത്യാവശ്യം വിജയിച്ചിട്ടുണ്ട്. ഓക്കെ, അടിപൊളി. ഓക്കെ, ഒരു പെർട്ടിക്കുലർ വ്യക്തിയുടെ കൂടെ വർക്ക് ചെയ്യണം, മേ ബി ഒരു ഡയറക്ടർ ആവാം കേട്ടോ, എന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ അത് ആരായിട്ടായിരിക്കും? ഫൈനൽ ക്വസ്റ്റ്യൻ ആണേ. എനിക്ക് സീരിയലിലാണെങ്കിൽ ഇനിയും വർക്ക് ചെയ്യാൻ ആഗ്രഹം KK രാജീവ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്നുണ്ട്. ഇനിയും ആഗ്രഹമുണ്ട്. ഒരു വർക്ക് ഞാൻ ചെയ്യണം എന്നുണ്ട്. സാറിൻ്റെ അടുത്ത് എനിക്കൊരു ക്ലാസ് ആയിട്ട് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. വർക്കിന്റെ ക്വാളിറ്റി ഉള്ളത് കൊണ്ട് ആസ് എ പേഴ്സൺ, ആസ് എ ഡയറക്ടർ, എവറിത്തിങ് പുള്ളിക്കാരൻ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. സാറിൻ്റെ കൂടെ ഒന്നുകൂടെ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹം. നടക്കട്ടെ, ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് വീണ്ടും ഓർമ്മ വരട്ടെ അല്ലേ? ജോണിലാണെങ്കിലോ? രാജമൗലി സാർ ഇത് കേൾക്കുന്നുണ്ടെന്ന വിശ്വാസം. ഞാൻ ഈ പ്രോജക്ട് കഴിയുമ്പോൾ ഞാൻ ഫ്രീ ആയിരിക്കും. കോൺടാക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ശംഭു വഴി ഉറപ്പായിട്ടും അത് വരട്ടെ കേട്ടോ. സോ ഫൈനലി പറയുന്ന പോലെ തന്നെ കോൺസ്റ്റബിൾ മഞ്ജു May 6th ടി വിയിൽ ഹിറ്റ് ചെയ്യുവാണ് ഫ്രം 8:30 PM എവറി ഡേ അല്ലേ, ഇൻക്ലൂഡിങ് സാറ്റർഡേ സൺഡേ. അതൊരു ഡിഫറെന്റ് പരിപാടി അല്ലേ, ഇൻക്ലൂഡിങ് സാറ്റർഡേ സൺഡേ എന്ന് പറയുന്നത്. സാധാരണ സീരിയൽ കാണുമ്പോൾ പറയാം കുഴപ്പമില്ല, 2 ദിവസം ബ്രേക്ക് ഉണ്ട്, ഞാൻ അഡിക്റ്റഡ് ആവത്തില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഇത് അങ്ങനെയല്ല, എല്ലാ ദിവസവും കൈ പറയ്ക്കും. അത് 8:30 ടൈമാണല്ലോ. ശരി, അപ്പൊ എല്ലാ ദിവസവും കൈവറ അല്ല, എല്ലാ ഓക്കെ. എപ്പോഴാണ് പോകുന്നേ? അപ്പോൾ എല്ലാ ദിവസവും ആൾക്കാരെ കാണട്ടെ.
പിന്നെ നിങ്ങൾ രണ്ടുപേരും ഇത് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ആണ് ചെയ്യുന്നത്. ഇതുവരെ ചെയ്തതിൽ വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ പറഞ്ഞതും വെച്ച് എനിക്ക് തോന്നുന്നു. അതെ, പ്രമോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ തന്നെ പ്രമോ കാണാവുന്നതാണ്. എൻജോയ് ചെയ്യുക. സോ വി ഓൾ ആർ വെയിറ്റിംഗ് ഫോർ May 6th. Surya TV, Constable Manju is all on, all packed. It is coming to you, and all the very best. Thank you so much. Yeah.